സഞ്ജു സാംസൺ അടക്കമുള്ള സൂപ്പർ താരങ്ങൾ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഭാഗമാകുമ്പോൾ രണ്ടാം സീസൺ വൻ വിജയകരമാകുമെന്നാണ് KCAയുടെ പ്രതീക്ഷ. KCAയിൽ ഒന്നാം സീസൺ നിലവാരം കൊണ്ടും പ്രൊഫഷണലിസം കൊണ്ടും രാജ്യത്തെ മറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തുന്ന ലീഗുകളെക്കാൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് KCA ഭാരവാഹികൾ അറിയിച്ചു. ഓഗസ്റ്റ് 21-നാണ് KCAയിൽ രണ്ടാം സീസണിന് തുടക്കമാകുന്നത്. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഓരോ ദിവസവും 2 മത്സരങ്ങളായാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2:30-നും വൈകിട്ട് 6:45-നുമാണ് മത്സരങ്ങൾ. ഒന്നാം സീസണിൽ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ 18.4 ദശലക്ഷം പേരാണ് മത്സരങ്ങൾ കണ്ടത്. സഞ്ജു അടക്കമുള്ള താരങ്ങൾ കൂടെ ഭാഗമാകുമ്പോൾ രണ്ടാം സീസണ് കൂടുതൽ സ്വീകാര്യത ലഭിക്കുമെന്ന സംഘാടകരുടെ പ്രതീക്ഷ. നേരിട്ടും അത് അല്ലാതെയുമായിട്ട് 700-ലധികം പേർക്കാണ് ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് കഴിഞ്ഞ വർഷം നടത്തിയപ്പോൾ ഒരു ജോലി സാധ്യത ഉണ്ടായത്. 2500 പേർക്ക് പരോക്ഷമായും തൊഴിലുറപ്പാക്കാൻ ആദ്യ സീസണിലൂടെ KCAയിൽ സാധ്യമായിരുന്നത് വളരെ ഒരു പോസിറ്റീവും കേരള ക്രിക്കറ്റിൻ്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് നമ്മളത് കാണുന്നത്. ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സിനാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. കാര്യം നിങ്ങൾ സംരക്ഷണം അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ നാട്ടിൽ അല്ലെങ്കിൽ എത്തിക്കുന്നത് ഓരോ ജൂനിയർ ക്രിക്കറ്റേഴ്സിൻ്റെയും ഒരു എന്താ പറയുക, അവരുടെ ഒരു മുറയിലാണ്, അവരുടെ ഒരു പടം പേപ്പറിൽ വരിക എന്നുള്ളത് തന്നെ ഒരു വളരെയധികം അവർക്ക് ഒരു ഇൻസ്പിറേഷനാണ് അവർക്ക് അവരുടെ വീട്ടുകാർക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ വർഷവും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കേരള ക്രിക്കറ്റ് ലീഗിന് ഉണ്ടാകണമെന്ന് പറയുന്നു. ലീഗിന്റെ ഭാഗമായി ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട ക്രിക്കറ്റ് ടൂറിസം പദ്ധതി, ലഹരി വിരുദ്ധ ക്യാമ്പയിനൊപ്പം ചേർന്ന് ക്രിക്കറ്റാണ് ലഹരി തുടങ്ങിയ പരിപാടികളും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കും. ഒരു ടീമിന് മുടക്കാവുന്ന ആകെ തുകയുടെ പകുതിയിലേറെയും ചെലവഴിച്ചാണ് സഞ്ജു സാംസണെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയത്. രഞ്ജി ട്രോഫിയിലൂടെ കേരള ആരാധകർക്ക് പ്രിയങ്കരനായ ജലജ് സക്സേനയും ഇക്കുറി കേരള ക്രിക്കറ്റ് ലീഗിലുണ്ട്. മുംബൈ ഇന്ത്യൻസിന് താരം കൂടിയായ വിഷ്ണു വിനോദിനെ 18.80 ലക്ഷം രൂപയ്ക്ക് ഏരീസ് കൊല്ലവും ടീമിലെത്തിച്ചു. ജനം, തിരുവനന്തപുരം.